Okay, so in this video we are discussing about the tax rates. Already പറഞ്ഞതാണ് ഇതാ സ്റ്റാർട്ട് ചെയ്യാന്ന്. സോ ടാക്സ് റേറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് രണ്ടാ കിട്ടല്. ഇനി ഈ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ എത്ര ടാക്സ് കൊടുക്കണം, ഏത് റേറ്റ് ആണ് ഇതിന് അപ്ലിക്കബിൾ എന്നൊക്കെയാണ് നമ്മൾ ഈ സെക്ഷൻസിൽ പറയാം. നമ്മളിവിടെ കവർ ചെയ്യുന്ന സെക്ഷൻസ് 111A, 111A, 112 ആൻഡ് 112A. 112A നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബട്ട് ഇവിടെയും അതൊന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. സോ ഈ 3 സെക്ഷൻസ് ആണ് ഇവിടെ അപ്ലിക്കബിൾ. സോ നമുക്ക് 2 തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. ഇത് രണ്ടും കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചും കഴിഞ്ഞു. ഞാൻ ആദ്യം ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് എത്രയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പം ടാക്സ് റേറ്റ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എഴുതി. എന്നിട്ട് ഞാനിതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, ഒന്ന് സെക്ഷൻ നമ്പർ 11111A പറയുന്ന കാര്യത്തിൽ വരുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ നോക്കണം, അല്ല നോർമൽ STCG ആണോ എന്ന് നോക്കണം, പറയാം. സോ ഞാൻ ആദ്യം സെക്ഷൻ നമ്പർ 111A പറയുകയാണ്. ഈ 111A എന്താ പറയുന്നതെന്ന് അറിയോ? 111A പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് 15% ടാക്സ് റേറ്റ് ആണ്. ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,000 ആണെങ്കിൽ 10,000ൻ്റെ 15%, 1,500 ആയിരിക്കും ടാക്സ് റേറ്റ് എന്നാണ് സെക്ഷൻ നമ്പർ 11A പറയുന്നത്. ഓക്കെ, സോ 15% ആണ്. അതുകൂടാണ്ട് സർചാർജ് നിങ്ങൾ പഠിച്ചിട്ടില്ല, സർചാർജ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കണം അതിൻ്റെ കൂടെ. ഇനി കൂടാതെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനോട് ചേർന്ന് കൊടുക്കണം. സോ ടാക്സ് റേറ്റ് ഇസ് 15%. ഇനി ഇത് എപ്പോഴാണ് ഇത് അപ്ലിക്കബിൾ എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈ പറഞ്ഞിരിക്കുന്ന 3 ഐറ്റംസ്, ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാക്കിയ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം. ഈ 3 എണ്ണത്തിൻ്റെ പേര് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ 112A പഠിച്ചിരിക്കുന്ന 3 പേരാണ്: ഇക്വിറ്റി ഷെയർ, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇത് 3 ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് എത്ര പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം എന്നാണ് പറയുന്നത്? 15% ടാക്സ് കൊടുത്താൽ മതി. ഇത് ശരിക്കും നമുക്ക് ബെനിഫിറ്റ് ആണ്. സോ ഇത് സ്പെഷ്യലാന്ന് പറയാം. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ആണ്. ശരിക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ടാക്സ് റേറ്റ് കുറവാണ്. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളൂ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുവാണെങ്കിൽ ടാക്സ് റേറ്റ് കുറവായിരിക്കും ആസ് കമ്പയർ ടു ദിസ് എന്നുള്ള പോയിന്റ് ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, സോ 15% ആണ് ടാക്സ് കൊടുക്കേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഈ 3 എണ്ണം ആണെങ്കിൽ. ഇവിടെ കണ്ടീഷൻ ഇത് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരെ, ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ട്രാൻസാക്ഷൻ എൻറ്റേർഡ് ഇൻ ടു ഓൺ ഓർ ആഫ്റ്റർ 1/10/2004, 1/10/2004 അതിന് ശേഷമോ നടന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫറിൽ വരുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കണം. സോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ നമ്പർ 111A പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ എത്ര ടാക്സ് റേറ്റ് കൊടുത്താൽ മതി? 15% ടാക്സ് റേറ്റ് കൊടുക്കുക, പ്ലസ് സർചാർജ് ഇഫ് എനി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂടെ 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. സോ ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതാണ് സെക്ഷൻ നമ്പർ 11A. സെക്ഷൻ നമ്പർ 11A അപ്ലിക്കബിൾ ടു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എവിടുന്ന് വരുന്ന? റൈസിംഗ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ആൻഡ് യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻ, അതായത് ഈ ട്രാൻസ്ഫർ നടന്നിരിക്കുന്ന ഡേറ്റ് ഓൺ ഓർ ആഫ്റ്റർ 1/10/2004, ഓൺ ഓർ ആഫ്റ്റർ 1/10/2004. ആൻഡ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ത് ചെയ്തിരിക്കണം? പേ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സോ സെക്ഷൻ 11A ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻഡ് ടാക്സ് റേറ്റും ഉണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ടോട്ടൽ നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 lakh ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതെത്ര തിരിച്ചെഴുതണം. ഇതെത്ര സെക്ഷൻ 11A വരുന്നത് എത്ര, നോർമൽ STCG വരുന്നത് എത്ര. ഇവിടെ
ഒരു 60,000 ഇസ് കമ്മിങ് അണ്ടർ സെക്ഷൻ നമ്പർ 111A ആണെങ്കിൽ ബാക്കി 40,000 എന്തായിരിക്കും അപ്ലിക്കബിൾ? നോർമൽ STCG ആയിരിക്കും അപ്ലിക്കബിൾ. ഈ നോർമൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ബേസിക്സ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ഇൻകം ഫ്രം സാലറി, സാലറിൻ്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക, അതിന് കിട്ടുന്ന സാലറി ഇവിടെ എഴുതുക. ആൻഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുക, ആ ടോട്ടൽ ഇൻകം ഇവിടെ എഴുതുക. ആൻഡ് ഫ്രം PGBP എത്രയാണോ ടോട്ടൽ, ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഓവർ ഹിയർ. നൗ നെക്സ്റ്റ് ഹെഡ് ഇസ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അടുത്ത ഹെഡിൽ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഇതൊക്കെ ഇവിടെ എഴുതുന്ന കൂട്ടത്തിൽ ഈ നോർമൽ STCG 40,000 ഇവിടെ നിങ്ങളിങ്ങനെ കാണിക്കണം. നോർമലി നിങ്ങൾ സാലറീൻ്റെ ഇൻകം എന്താ ചെയ്യുക, എല്ലാ ഹെഡും ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്തിട്ട് യു വിൽ ഫൈൻഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ലെസ് ചെയ്യും, യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം, റൈറ്റ്? സോ ഇതുപോലെ ട്രീറ്റ് ചെയ്യണം. ഇഫ് ദി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നോർമൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ 111A ആണെങ്കിൽ യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. സോ നോർമലി നിങ്ങളുടെ ആ മറ്റേ ഹെഡ്സിൽ വരുന്ന ഇൻകം ഒക്കെ നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കൂലേ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആക്ച്വലി ഇങ്ങനെ സ്ലാബ് റേറ്റിൽ വരുമ്പം നമുക്കറിയാം, സ്ലാബ് റേറ്റിൽ വരുമ്പം 20% ഉണ്ട്, 30% ഒക്കെ ഉണ്ട്. നിങ്ങൾ റേറ്റ് ഓഫ് ടാക്സ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ എങ്ങാണ്ട് എവിടെയോ ഞാനത് റേറ്റ് ഓഫ് ടാക്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് റേറ്റ് ഓഫ് ടാക്സിൽ 20% ഇസ് ദർ ആൻഡ് 30% ഇസ് ദർ. സോ ഇത്ര ഹൈ സ്ലാബ് റേറ്റ്സ് ഒക്കെ ഉണ്ട്. ബട്ട് ഇഫ് യു ആർ കമ്മിങ് അണ്ടർ സെക്ഷൻ 111A നിങ്ങൾ എത്ര ടാക്സ് കൊടുത്താൽ മതി? 15%. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ നോർമൽ ആണെങ്കിൽ ഇവിടെ കാണിക്കണം, അതായത് ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടോട്ടൽ ചെയ്യുക, അതിൽ നിന്ന് ഇത് രണ്ടും ബൈഫർക്കേറ്റ് ചെയ്യണം. ഇത് എത്ര നോക്കിയിട്ട് ഇതിന് 15% ടാക്സ് കൊടുക്കണം, ഇത് എത്ര നോക്കിയിട്ട് ഇത് എവിടെ വരണം, നമ്മുടെ നോർമൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ ഇട്ടിട്ട് ടാക്സ് റേറ്റ് വരണം. ഓക്കെ, തീർന്നിട്ടില്ല, ചെറിയൊരു പോയിന്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനേക്കാളും മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ അത്ര കണ്ട് എന്താ എഴുതിയെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. See, 111A, tax on short-term capital gain on the transfer of what? Equity share, units of equity-oriented fund and units of business trust. Tax rate 15% plus surcharge if any and health and education cess 4% കൂടെ കൊടുക്കണം. എന്തൊക്കെയാ കണ്ടീഷൻസ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കണം എറൈസ് ചെയ്യുന്നത്. ഇത് എഴുതിയാൽ മതി, ഇതായിരിക്കും എളുപ്പം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ദീസ് 3. പിന്നെയോ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്ന ഡേറ്റ് ഓൺ ഓർ ആഫ്റ്റർ 1/10/2004 ആൻഡ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേയബിൾ ആയിരിക്കണം. ഇനി ബാക്കി എന്ത് ചെയ്യുക? നോർമൽ ആണെങ്കിൽ ഇറ്റ് വിൽ നോർമൽ സ്ലാബ് റേറ്റ് ഈസ് അപ്ലിക്കബിൾ. നോർമൽ സ്ലാബ് റേറ്റ് ഈസ് അപ്ലിക്കബിൾ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ കം അണ്ടർ ടോട്ടൽ ഇൻകം. ഇത് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ വരണം. ആൻഡ് നോർമൽ സ്ലാബ് റേറ്റ് ഈസ് അപ്ലിക്കബിൾ. ഓക്കെ, ഇതിന് നോർമൽ സ്ലാബ് റേറ്റ് ആയിരിക്കും അപ്ലിക്കബിൾ. അത്രയും എഴുതി കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ ചെറിയ കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് പറയാം. ഇവിടെ ശ്രദ്ധിച്ചോളെ, ഇത് ഈ ഒരു എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് ശേഷം ഐ വിൽ ഡിസ്കസ് ദ പോയിന്റ് നമ്പർ ദിസ് വൺ. ഈ ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എക്സിൻ്റെ ടോട്ടൽ ഇൻകം 1,50,000 ആണ്. സോ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളുടെ ടോട്ടൽ ഇൻകം 1,50,000 ആണ്. ഹീസ് എ നോർമൽ സിറ്റിസൺ. സീനിയർ സിറ്റിസണും അല്ല, സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ്, ഒന്നും പറയുന്നില്ല. സോ ഈസ് എ നോർമൽ സിറ്റിസൺ. അയാളുടെ ഈ ടോട്ടൽ ഇൻകം 1,50,000 ആണ്. ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അയാളുടേത് 12 lakh ആണ്. ദാറ്റ് ഓൾസോ അണ്ടർ സെക്ഷൻ 111A ആണ് തന്നിട്ടുമുണ്ട്. അപ്പം 111A പ്രകാരമുള്ള അയാളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് 12 lakh. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് മിസ്റ്റർ എക്സ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ടാക്സ്, അല്ലെങ്കിൽ എത്ര ടാക്സ് കൊടുക്കണം? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു നോർമൽ സിറ്റിസൺ ആണ് പറഞ്ഞു. നോർമൽ സിറ്റിസണിൻ്റെ ടാക്സ് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2,50,000 വരെ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അല്ല. 2,50,000 വരെ നോർമലി ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ടോട്ടൽ ഇൻകം 2,50,000 വളരെ കുറവാണ് അല്ലേ. ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെക്കാളും കുറവാണെങ്കിൽ ഇയാൾക്ക് ഓൺലി ഇയാളുടെ ഇൻകം വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. ഇങ്ങനെയുള്ള കേസിൽ ടാക്സ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കാം. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് സെക്ഷൻ നമ്പർ 111A
നമ്മുടെ ടോട്ടൽ ഇൻകം കൂടെ ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 13,50,000 അല്ലേ, 13,50,000. ഇതിൽ നിന്ന് നമുക്ക് എത്രയാണോ ബേസിക് എക്സംഷൻ ലിമിറ്റ് വരുന്നത് അത് ലെസ് ചെയ്യുക. ഇത് ഏത് കേസിൽ മാത്രമാണ്? ഇതിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഒന്നും എക്സീഡ് ചെയ്യാത്ത കേസിൽ you have to deduct the basic exemption limit. Basic exemption limit normal citizen ആണെങ്കിൽ 2,50,000, നമ്മുടെ സീനിയർ സിറ്റിസൺ 60 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലോ ആണെങ്കിൽ ഇറ്റ് ഇസ് 3,00,000. ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, അതൊന്നും നോക്കിക്കോട്ടെ, നല്ല അമെൻമെൻറ്റോ വന്നനോ നോക്കൂ. ഇറ്റ് ഇസ് 3,00,000. ആൻഡ് സൂപ്പർ സീനിയർ സിറ്റിസൺ ദാറ്റ് ഇസ് 80 years or above ആണെങ്കിൽ ടാക്സിൻ്റെ എക്സംഷൻ ലിമിറ്റ് വരുന്നത് 5,00,000 ആണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ഈ മിസ്റ്റർ എക്സ് നോർമൽ സിറ്റിസൺ ആണ്. സോ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000. സോ ഇത് എക്സീഡ് ചെയ്യാത്ത കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇവിടുന്ന് ലെസ് കൊടുക്കാം. ലെസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ലെസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 11,00,000 അല്ല, ഇതൊരു 11 ലക്ഷമല്ലേ കിട്ടാം. ഈ 11 ലക്ഷത്തിൻ്റെ എന്ത് കാണാം, 15% സർചാർജ് ഇല്ല ഈ കേസിൽ. സർചാർജ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനില്ല, അതുകൊണ്ടാണ് സർചാർജ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ ഇതിൻ്റെ 15% കാണാം. ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ 4% കാണാം ആഡ് ചെയ്യുക. ഇതായിരിക്കും നിങ്ങളുടെ ടാക്സ് റേറ്റ്. സോ ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് പോയിന്റ്. വേർ ദ ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂട്ടാതെയുള്ള ടോട്ടൽ ഇൻകം, അതായത് 1,50,000. ഈ എക്സാമ്പിളാണെങ്കിൽ 1,50,000 ഓഫ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റെസിഡൻറ്റ് അച്ചീവൽ. സോ നോൺ റെസിഡൻറ്റിന് ഈ ഒരു സെക്ഷൻ ഈ ഒരു പാർട്ട് അപ്ലിക്കബിൾ അല്ല. സോ മിസ്റ്റർ എക്സ് ഈസ് എ റെസിഡൻറ്റ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഈസ് എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഓർ റെസിഡൻറ്റ് അച്ചീവ് ഇസ് ലെസ് ദാൻ ദി എക്സംപ്റ്റഡ് ലിമിറ്റ് ഓഫ് ദി ഇൻകം. അപ്പോൾ അയാളുടെ ടോട്ടൽ ഇൻകം ഇത് കൂട്ടാണ്ടുള്ള ടോട്ടൽ ഇൻകം 11A പ്രകാരം അല്ലാത്ത ടോട്ടൽ ഇൻകം ഈ 1,00,000 ബേസിക് എക്സംഷൻ ലിമിറ്റിലും കുറവാണെങ്കിൽ ഈസ് ലെസ് ദാൻ ദി എക്സംപ്റ്റഡ് ലിമിറ്റ് ഓഫ് ഇൻകം. സോ 2,50,000, 3,00,000 അല്ലെങ്കിൽ 5,00,000 ആസ് ദ കേസ് മേ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, then from the total income including the short term capital gain. സോ ഇത് രണ്ടും കൂടെയുള്ള ടോട്ടൽ ഇൻകത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക് എക്സംഷൻ ലിമിറ്റ് ലെസ് ചെയ്യുക. എന്നിട്ട് ബാലൻസിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ചാർജ് ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ഇത് തിയറി പാർട്ടിന് മാത്രമേ വരുള്ളൂ, ബട്ട് ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതും കൂടെ പഠിച്ചിട്ട് തന്നെ എഴുതണം. അപ്പോൾ എന്താ എഴുതുക, ടോട്ടൽ ഇൻകം ഇത് കൂടാണ്ട്. അപ്പോൾ എങ്ങനെ എഴുതുക, എക്സ്ക്ലൂഡിങ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഈസ് ലെസ് ദാൻ വാട്ട്, ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ദിസ് വൺ. ഓക്കെ, ഇൻക്ലൂഡിങ് ദിസ് വൺ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് എക്സംഷൻ ലിമിറ്റ് ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ചാപ്റ്റർ നമ്പർ 6A ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് നെക്സ്റ്റ് സെമ്മിൽ വരുന്ന കാര്യമാണ് ഡിഡക്ഷൻ. സോ ഈ പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷൻ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഡിഡക്ഷൻ്റെ കേസ് പറയുമ്പോൾ വേറെ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, ബട്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. സോ ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇവിടം വരെ എഴുതുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോയിന്റും. ഡിഡക്ഷൻ ചാപ്റ്റർ 6A പറഞ്ഞിരിക്കുന്ന ഡിഡക്ഷനും ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഫോൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല, സെക്ഷൻ നമ്പർ 80C to 80U ഡിഡക്ഷൻ. അതായത് ചാപ്റ്റർ നമ്പർ 6 ഇൻകം ടാക്സിലെ ചാപ്റ്റർ നമ്പർ 6A നമ്മൾ ഡിഡക്ഷൻസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഡക്ഷൻസിൻ്റെ എക്സംഷനും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ഇവിടെ സർചാർജ് കാണാം, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ഓക്കെ, നമുക്കിനി സർചാർജ് നോക്കാം. സർചാർജ് നിങ്ങൾ അത് ബൈ ഹാർട്ട് സ്റ്റഡി ഒന്നും ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ വേണ്ടതാണ്. സോ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇൻഡിവിജ്വലിൻ്റെ ഒക്കെ കേസിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിലാണ് സർചാർജ് വരിക. ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ കടക്കുകയാണെങ്കിൽ സർചാർജ് 10% കൊടുക്കണം. അങ്ങനെയുള്ള സ്ലാബ് ഇവിടെ കാണാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് നിങ്ങൾക്കത് ആവശ്യമില്ല, നെക്സ്റ്റ് ഇയറിലാണ് വേണ്ടത്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അത് ഓർമ്മിക്കുക. സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ നമ്പർ 111A
പിന്നെ വരുന്നത് നോർമൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്ന. നൗ മൂവിങ് ഓൺ ടു ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഒരേ പ്രോബ്ലത്തിൽ തന്നെ ഷോർട്ട് ടേമും ലോങ് ടേമും വരും. ബിക്കോസ് നമുക്കറിയാം സെക്യൂരിറ്റീസിൻ്റെ ഹോൾഡിംഗ് പീരീഡിൻ്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഹോൾഡിംഗ് പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കുന്നത്. അപ്പം ഒരേ ഇയറിൽ തന്നെ ആ പർട്ടിക്കുലർ എസ്എസ്സിൻ്റെ അടുത്ത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ഉണ്ടാവും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സും ഉണ്ടാവും. സോ ഇത് ട്രാൻസ്ഫർ ചെയ്താൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഇത് ട്രാൻസ്ഫർ ചെയ്താൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇത് രണ്ടും ഉണ്ടാകും കേട്ടോ. ഒരെണ്ണം വന്നാൽ മറ്റത് വരില്ല, അങ്ങനെയില്ല ഈ കേസിൽ. ഓക്കെ, സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ ടാക്സബിലിറ്റി പറയുന്നത്. ഒന്ന് സെക്ഷൻ നമ്പർ 112A സെക്ഷൻ നമ്പർ 112. നമുക്ക് ആദ്യം സെക്ഷൻ നമ്പർ 112A പറയാം. ബിക്കോസ് ഞാനിത് ഓൾറെഡി എടുത്തതാണ്, ബട്ട് ഇത് ഫുള്ളായിട്ട് ഇത് ടാക്സിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഇതും കൂടെ ഞാനിതിൽ കവർ ചെയ്യാണ്. ഓക്കെ, സോ ഓൾറെഡി അറിയുന്നവർക്കൊരു റിവിഷൻ ആവട്ടെ. സോ സെക്ഷൻ നമ്പർ 112A ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 10% ടാക്സ് തന്നാൽ മതി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 10% ടാക്സ് തന്നാൽ മതി. പ്ലസ് സർചാർജ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തരണം. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% തരണം. ഓക്കെ, അതെല്ലാത്തിൻ്റെ കൂടെ കൊടുക്കണം. അപ്പം ടാക്സ് റേറ്റ് എത്രയാണ്? 10% തന്നാൽ മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലാണ് ഈ 10% ഇപ്പോൾ തന്നാൽ മതി എന്ന് ഇൻകം ടാക്സ് പറയുന്നതെന്നറിയോ? നിങ്ങളെ കയ്യിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എറൈസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണത്തിൽ നിന്നായിരിക്കണം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇക്വിറ്റി ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ട്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇഫ് യു ആർ ഏർണിംഗ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ അതിന് എത്ര % ടാക്സ് തന്നാൽ മതി? 10% ടാക്സ് തന്നാൽ മതി. അത് ശരി. അപ്പോൾ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ലേ? ഉണ്ട്, വേറെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 10% കിട്ടണമെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഷെയർസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഷെയർ നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ അക്യൂർ ചെയ്യുന്ന സമയത്തും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് അല്ലെ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ആണെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് പേ ചെയ്താൽ മതി? സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്താൽ മതി. ഇതിനൊക്കെ എക്സംഷൻസ് ഒക്കെ ഉണ്ട്. ചില കേസിൽ ഇത് പേ ചെയ്യണ്ട ഈ അക്വിസിഷൻ്റെ സമയത്ത്, ബട്ട് അതൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, സോ STT പേ ചെയ്തിരിക്കണം. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പ്രീവിയസ് ഇയർ 2018-19 മുതലാണ്. അതായത് ഈ 3 എണ്ണം പ്രീവിയസ് ഇയർ 2018-19 എന്ന് പറഞ്ഞാൽ 2018 സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിന് ശേഷം അല്ലെങ്കിൽ ഈ ഡേറ്റിന് ഓൺ ഓർ ആഫ്റ്റർ ഈ ഡേറ്റിനുള്ള ശേഷമുള്ള ട്രാൻസ്ഫറിനാണ് ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ. ഇതിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് സെക്ഷൻ നമ്പർ 1038 ആയിരുന്നു. ഇത് നമുക്കിപ്പോൾ എന്തായിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇത് എക്സെപ്റ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റും ഇവിടെ കിട്ടൂല. 10% ടാക്സ് കൊടുക്കുക വിത്തൗട്ട് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് സെക്ഷൻ നമ്പർ 112A ഫോളോ ചെയ്യുന്ന ഒരു SSCക്ക് ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉണ്ടാക്കുന്ന ലോങ് ടേം ഗെയിനിൽ 1 lakh എക്സീഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നമ്മളെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലെസ് ദാൻ 1 lakh ആണെങ്കിൽ ടാക്സബിലിറ്റി വരുന്നില്ല. എക്സീഡ് 1 lakh ആണെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ 10% കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഇതിലാണെങ്കിൽ 1,20,000 ആണെങ്കിൽ ഹീ വിൽ ഗെറ്റ് എക്സംഷൻ. എത്ര വരെ അയാൾക്ക് എക്സംഷൻ കിട്ടും? 1 lakh. എന്നിട്ട് ബാക്കി വരുന്ന 20,000 അയാൾ 10% ടാക്സ് റേറ്റ്. അപ്പോൾ 2,000 രൂപ അയാൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, റിപ്പീറ്റിംഗ് സെക്ഷൻ നമ്പർ 112A ടാക്സ് റേറ്റ് 10% ആണ്. സർചാർജ് ഉണ്ടാവും.
ഉണ്ടെങ്കിൽ മാത്രം സർചാർജിന് ഇൻകത്തിൻ്റെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് സർചാർജിന് വേണ്ടിയിട്ട്. എക്സീഡ് ചെയ്താൽ 50 ലാഖിന് എക്സീഡ് ചെയ്താൽ മാത്രമേ സർചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഫെനി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. എവിടെ ഇത് ഏത് സെക്ഷൻ അപ്ലിക്കബിൾ ടു ലോങ് ടേം ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഇക്വിറ്റി ഷെയർ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഇഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ് ₹1 lakh. അപ്ലിക്കബിൾ പ്രീവിയസ് ഇയർ 2018-19 മുതൽ. അതായത് ഈ ട്രാൻസ്ഫർ ഓൺ ഓർ ആഫ്റ്റർ 1/4/2018 ആയിരിക്കണം. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കണം ഷെയറിൻ്റെ കേസിൽ 2 സമയത്തും, യൂണിറ്റ്സിൻ്റെ കേസിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രം. യു വിൽ നോട്ട് ഗെറ്റ് എനി ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ. ഇതാണ് സെക്ഷൻ നമ്പർ 112A. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതാ ഇതിപ്പോൾ ഞാൻ എഴുതിയതാണ് ഇവിടെ കിട്ടുക. ഇനി നമുക്ക് സെക്ഷൻ നമ്പർ 112 നോക്കാം. നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്നത് നമ്മൾ നോർമൽ സ്ലാബ് റേറ്റിൽ, അതായത് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇങ്ങനെ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു കാരണവശാലും ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യോ അല്ലെങ്കിൽ അവിടെയുള്ള സ്ലാബ് റേറ്റ് യൂസ് ചെയ്യോ ഇല്ല. ഇവിടെ വേറെ തന്നെ റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ സെക്ഷൻ നമ്പർ 112ലാണ് ഈ SSC എങ്കിൽ അയാൾ 20% ടാക്സ് കൊടുക്കണം വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇവിടെ ഇയാൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈ 3 എണ്ണത്തിൽ നിന്നല്ലാണ്ട് അറൈസ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് എന്ത് കിട്ടും? 20% ടാക്സ് കൊടുക്കണം വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇനി ഇതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നോർമലി 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഞാൻ എഴുതുന്നില്ല, ഇതാണ് സംഭവം. ഇത് നമ്മൾ ഓൾറെഡി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ പഠിച്ച സാധനം തന്നെയാണ് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കണേ, ഒരു പേജ് എടുക്കട്ടെ. ഇൻ കേസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ HUF റെസിഡൻറ്റ്, ഇൻഡിവിജ്വൽ HUF റെസിഡൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഇൻഡിവിജ്വൽ HUF ആണ് SSC, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആണ് SSC, അയാൾ റെസിഡൻറ്റും ആണ്. അയാളുടെ ടോട്ടൽ ഇൻകം ഏത് കൂട്ടാണ്ടുള്ള ടോട്ടൽ ഇൻകം? ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാക്കിയിട്ടുള്ള അയാളുടെ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1,50,000 ആണെങ്കിൽ, ഓക്കെ, ബേസിക് എക്സംഷൻ ലിമിറ്റ് 2,50,000 ആണ്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് എത്രയാണ്? നേരത്തെ എക്സാമ്പിളിൽ 13,50,000 12 ലക്ഷം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12 ലക്ഷമാണെന്ന് വിചാരിച്ചോ. അപ്പം ഇഫ് SSC ഇൻഡിവിജ്വൽ HUF ആയിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം, അയാളുടെ ടോട്ടൽ ഇൻകം ഇത് കൂട്ടാണ്ടുള്ള ബാക്കിയുള്ള ടോട്ടൽ ഇൻകം 1,50,000, അതായത് 2,50,000 കുറവായിരിക്കണം. ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 lakhും വരാം, 5 lakhും വരാം. ഓൾറെഡി ആയി ഡിസ്കസ്ഡ്. ഓക്കെ, സോ ഇതിൽ കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ടോട്ടൽ ഇൻകം എടുക്കുക ഇൻക്ലൂഡിങ് ഇത്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 13,50,000 കിട്ടും. എന്നിട്ട് ഇതിൽ നിന്ന് ബേസിക് എക്സംഷൻ ലിമിറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എത്രയാണോ അത് ലെസ് ചെയ്യുക. അത് ലെസ് ചെയ്തിട്ട് അതിൻ്റെ 20% വേണം ടാക്സ് കാണാൻ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ്. ഓക്കെ, ഇൻഡിവിജ്വൽ ആയിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം, ടോട്ടൽ ഇൻകം എക്സ്ക്ലൂഡിങ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിട്ടിട്ട് ബാക്കിയുള്ളത് ഈസ് ലെസ് ദാൻ ദി എക്സംഷൻ ലിമിറ്റ് ആണെങ്കിൽ ദെൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഇൻകം എടുക്കുക. അതിലെന്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകം എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഡിഡക്റ്റ് ചെയ്യുക. ബാലൻസിൻ്റെ മുകളിലാണ് 20% ടാക്സ് ചാർജ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻ ഓൾ അതർ കേസസ് ഇൻക്ലൂഡിങ് ഫോറിൻ കമ്പനീസ് ആൻഡ് നോൺ റെസിഡൻറ്റ് നോൺ കോർപ്പറേറ്റ് SSC. അപ്പം ഇൻഡിവിജ്വൽ HUF ആൻഡ് റെസിഡൻറ്റ് HUF അല്ലാത്ത ബാക്കി എല്ലാ കേസിലും ഈ ഒരു സെക്ഷൻ ഇല്ല. അതായത് ഇങ്ങനെ ആഡ് ചെയ്ത് ബേസിക് എക്സംഷൻ ലിമിറ്റ് ലെസ് ചെയ്യുന്ന പരിപാടിയില്ല. അവർക്ക് 20% നോർമലി എത്രയാണോ അവരുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതിൻ്റെ 20% വിത്ത് ഇൻഡെക്സേഷൻ അവർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ബാക്കി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. അതേപോലെ ഇവർക്ക് നമ്മുടെ ചാപ്റ്റർ നമ്പർ 6A പറഞ്ഞിരിക്കുന്ന 80C to 80Uലുള്ള ഒരു ഡിഡക്ഷനും അവൈലബിൾ അല്ല. സോ ഈ പോയിന്റ്സ് എഴുതാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ SSC ഇവരുടെ കയ്യിൽ ഇതാണെന്ന് വെച്ചോ, ബട്ട് STT പേ ചെയ്തിട്ടില്ല.
സോ ലിസ്റ്റഡ് ആണ്, ബട്ട് STT പേ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ലിസ്റ്റഡ് ആണ്. ഓക്കെ, ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ലിസ്റ്റഡ് ആണ്. അപ്പം ലിസ്റ്റഡ് ആയിട്ടുള്ള ഇത് ബട്ട് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിൽ ആൻഡ് ലിസ്റ്റഡ് ആണ്, അങ്ങനെയാണെങ്കിൽ. ഇനിയല്ല, ലിസ്റ്റഡ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ, ഡിബഞ്ചർ ആണെങ്കിൽ, ബോണ്ട് ആണെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട് അല്ലേ ലിസ്റ്റഡിൻ്റെ കാറ്റഗറിയിൽ അല്ലേ. ലിസ്റ്റ് ചെയ്തുകൂടെ? നമുക്ക് പോയിട്ട് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പല സാധനങ്ങളും ലിസ്റ്റ് ചെയ്യാം. സോ ലിസ്റ്റ് ചെയ്ത പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്സ് അല്ലേ, അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ വെൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇസ് നോട്ട് പെയ്ഡ്. അപ്പോൾ ഒന്നുകൂടി വായിക്കുവാണ്. ടാക്സ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്, listed securities or units of specified mutual fund when security transaction tax is not paid. ഓക്കെ, ഈ കേസിൽ ടാക്സ് റേറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, രണ്ട് ഓപ്ഷൻസ് കൊടുക്കും SSCക്ക്. SSCനോട് ചോദിക്കും, നിങ്ങൾക്ക് 10% ടാക്സ് റേറ്റ് വേണം, പ്ലസ് സർചാർജ് ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും വരുക. നിങ്ങൾക്ക് 10% വേണോ, പ്ലസ് ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, വിത്തൗട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 20% ടാക്സ് തരുന്നു, ബട്ട് അവിടെ നിങ്ങൾക്ക് എന്തിൻ്റെ ബെനിഫിറ്റ് കിട്ടും? ഇൻഡെക്സേഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ടാക്സ് റേറ്റ് ഏറ്റവും കുറവുള്ളതല്ലേ SSC ചൂസ് ചെയ്യുക, അല്ല ടാക്സ് ഏറ്റവും കുറവ് വരുന്നതല്ലേ SSC ചൂസ് ചെയ്യുക, റൈറ്റ്? സോ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Tax on long-term capital gain on transfer of zero coupon bond, listed securities or unit of specified mutual fund when security transaction tax is not paid. 10% of a gain without indexing the cost of acquisition, or 20% of long-term gain after indexing the cost of acquisition. So കിട്ടിയതിൻ്റെ 20%, കിട്ടിയതിൻ്റെ 10%, without indexation, with indexation. ഓക്കെ, വിച്ച് എവർ ഇസ് ലെസ് എന്നാന്ന് പറയാം, ഓർന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ എപ്പോഴും SSCക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത് ഇതിലേറ്റവും ലെസ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. സോ വിച്ച് എവർ ഇസ് ലെസ് എന്ന് എഴുതാം. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ സെക്ഷൻ നമ്പർ 112A ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെക്ഷൻ നമ്പർ 112ൽ ആദ്യം ഞാൻ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUFന് എന്ത് കിട്ടുന്നുണ്ട്, ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സോസ്റ്റ് ചെയ്യാൻ നമ്മൾ വിളിക്കുക. എക്സോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇൻ ഓൾ അതർ കേസസ് സാധാരണ പോലെ തന്നെ കൊടുക്കണം, ബട്ട് ഈ ഒരു സാധനം ഇല്ല എന്ന് മാത്രം. ബേസിക് എക്സംഷൻ ലിമിറ്റ് ലെസ് ചെയ്യുന്ന ആ ഒരു പരിപാടി ഇല്ല. സെയിം 20% ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിത്ത് ഇൻഡെക്സേഷൻ വരും. പിന്നെ ഈ ഒരു സംഭവം എഴുതുക, എന്തെഴുതുക, നോട്ട് എലിജിബിൾ ഫോർ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്. പിന്നെ ഇതിൽ രണ്ട് ഓപ്ഷൻസ് വരും. വിച്ച് എവർ ഇസ് ലെസ് ആയിരിക്കും SSCക്ക് ബെനിഫിറ്റ്. സോ വിച്ച് എവർ ഇസ് ലെസ് എന്ന് എഴുതിയാൽ മതി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ പേ ചെയ്യാത്ത കേസിൽ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആൻഡ് സെക്ഷൻ നമ്പർ 112നെ ബേസ് ചെയ്തിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ നമ്പർ 26 to 30 നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നൗ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 31 മുതൽ പറയാം.